സ്വയംഭൂവായ പരമശിവനും പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണുവും കുടികൊള്ളുന്ന പുരാതന ക്ഷേത്രമാണ് കാഞ്ഞൂരിൽ സ്ഥിതി ചെയ്യുന്ന നമ്പള്ളി പന്തയ്ക്കൽ ക്ഷേത്രം. 45 വർഷം മുൻപ് ക്ഷേത്ര നവീകരണത്തിനായി ഓണക്കൂർ ശങ്കരഗണകൻ്റെ നേതൃത്വത്തിൽ അഷ്ടമംഗല താമ്പൂല പ്രശ്ന വിധിപ്രകാരം പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ ഏകദേശം ഒരു 450 വർഷം മുൻപ് 41ഓളം ബ്രാഹ്മണ കുടുംബങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണിവിടം. അക്കാലത്ത് ഒരു പുലയ സ്ത്രീ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കെ ഒരു കല്ലിൽ അരിവാളുകൊണ്ട് സ്പർശനമേറ്റ് ആ കല്ലിൽ നിന്ന് രക്തപ്രവാഹം കണ്ടു അത്രേ. അങ്ങനെ ആ സ്ത്രീ തലകറങ്ങി വീണു. ഇതറിഞ്ഞ ബ്രാഹ്മണ കുടുംബങ്ങളെല്ലാം പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ച് നോക്കിച്ചപ്പോൾ പറയുന്നു, ഇവിടെ ശിവന്റെ സാന്നിധ്യം ഉണ്ടെന്ന്. ഇതോടെ ഇവിടെ ക്ഷേത്രം പണിയണമെന്നും നിർദ്ദേശിച്ചു. അതിനനുബന്ധിച്ച് 41 ദേവന്മാരെ പ്രതിഷ്ഠിക്കണമെന്നും നിർദ്ദേശിച്ചു. പിന്നെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണം മൂലം ഭാഗികമായി തകർക്കപ്പെട്ട് പിന്നെ വീണ്ടും നവീകരിച്ച് ക്ഷേത്രം പുനഃസ്ഥാപിച്ചു. പിന്നീട് അതിനുശേഷമാണ് തോമാശ്ലീഹ വന്ന് മതപരിവർത്തനം നടത്തി 41 ബ്രാഹ്മണ കുടുംബങ്ങളെ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം നടത്തിയത്. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ കാഞ്ഞൂർ പള്ളിയും വന്നത്. ഇതൊക്കെയാണ് കാഞ്ഞൂരിൻ്റെയും ഈ ക്ഷേത്രത്തിൻ്റെയും ഒക്കെ ചരിത്രം. പിന്നീടാണ് വിവിധ ജാതിയിലുള്ള ഹിന്ദുമത വിഭാഗങ്ങളെല്ലാം ചേർന്ന് ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനമൊക്കെ ഉണ്ടായത്. തുടർന്ന് കൊച്ചിൻ ദേവസ്വം ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ ദശാവതാരം ചന്ദനം ചാർത്തൽ മഹോത്സവമാണ് കേട്ടോ. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെയാണ് ദശാവതാരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ദേ ഈ കാണുന്ന നമ്പള്ളിക്കുളം, ഇത് നവീകരിച്ചിട്ട് അധികം കാലമായിട്ടില്ല കേട്ടോ. ഈ ഇടയ്ക്കാണ് ഈ കുളം നവീകരിച്ച് മനോഹരമാക്കിയത്. ഇവിടെ വന്നിരുന്ന സമയം പോകുന്നത് അറിയേയില്ല. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ.